കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ശ്രീലക്ഷ്മി ഏറ്റവും സ്നേഹിക്കുന്നതും മറ്റാരേക്കാളും ശ്രീലക്ഷ്മി ഇഷ്ടപ്പെടുന്നതും ആരെയാണ്? എന്റെ രവി സാറിന്. അത് വിവാഹത്തിന് മുമ്പല്ലേ? വിവാഹത്തിന് ശേഷമോ? വിവാഹത്തിന് മുമ്പ് മാത്രല്ല, വിവാഹത്തിന് ശേഷം രവി സാറാണ് എന്റെ എല്ലാം. ശ്രീലക്ഷ്മി അത്രയും സ്നേഹിക്കുന്ന രവിസാറിനെ ശ്രീലക്ഷ്മി തന്നെ വിഷമിപ്പിക്കുന്നത് ശരിയാണോ? ഞാൻ ആരെയും വിഷമിപ്പിക്കണമെന്ന് കരുതിയിട്ടില്ല. ഞാൻ അറിഞ്ഞ ചില രഹസ്യങ്ങൾ പുറത്തു പറയാനാവാതെ എന്റെയും എന്റെ രവിസാറിന്റെ ഇടയിലുണ്ടായ അകലത്തിന്റെ വിഷമം താങ്ങാനാവാതെയും ഞങ്ങൾക്ക് വരാനിരിക്കുന്ന ആപത്തുകളെ നേരിടാനുള്ള ശ്രമത്തിലുമാണ് ഞാൻ. ആ ശ്രമങ്ങളിലായിരിക്കുമ്പോ പലരെയും വേദനിപ്പിക്കേണ്ടി വന്നേക്കാം. അത് ഞാൻ കാര്യമാക്കുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ ലക്ഷ്യം മാത്രം എന്റെ മുന്നിലുള്ളത്. ആ രഹസ്യങ്ങൾ തേടിയാണ് എന്റെ യാത്രയും. എന്താണ് ശ്രീലക്ഷ്മിക്ക് മാത്രം അറിയാവുന്ന ആ രഹസ്യം? എന്നോടൊന്ന് പറയാമോ? അത് ഞാൻ ആരോടും പറയില്ലെന്ന് വാക്ക് കൊടുത്തതാ. വാക്ക് കൊടുത്തെന്നോ? ആർക്ക്? ആർക്കാ ശ്രീലക്ഷ്മി വാക്ക് കൊടുത്തത്? രാജനന്ദിനിക്ക്. രാജനന്ദിനിക്കോ? അതെ. മരണപ്പെട്ടു പോയ ഒരാൾക്ക് എങ്ങനെ വാക്ക് കൊടുക്കാനാവും? അതിന് രാജനന്ദിനി മരിച്ചിട്ടില്ലല്ലോ. ഓക്കെ ഓക്കെ. രവി എന്ന ശ്രീലക്ഷ്മിയുടെ ഭർത്താവിനെ ഇംപ്രസ് ചെയ്യാനായി ശ്രീലക്ഷ്മി രാജനന്ദിനിയെപ്പോലെയാകാൻ ശ്രമിച്ചെന്നും രാജനന്ദിനിയെപ്പോലെ സ്വന്തം ഭർത്താവിനോട് പെരുമാറിയെന്നും ഞാൻ പറഞ്ഞാൽ അത് നിങ്ങളുടെ കാഴ്ചപ്പാട്, അവരവരുടെ സ്വാതന്ത്ര്യം. എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. മരിച്ചുപോയ രാജനന്ദിനി ശ്രീലക്ഷ്മിയോട് സംസാരിക്കുക, ശ്രീലക്ഷ്മി രാജനന്ദിനിക്ക് വാക്കുകൊടുക്കുക, സത്യങ്ങളെല്ലാം രാജനന്ദിനി ശ്രീലക്ഷ്മിയോട് പറയുക. പറയുന്നതിലും പ്രവർത്തിക്കുന്നതിനും ഒരു ഔചിത്യമൊക്കെ വേണ്ടേ ശ്രീലക്ഷ്മി? ശ്രീലക്ഷ്മിയും രാജനന്ദിനി ഒന്നല്ല രണ്ടാണെന്ന് മനസ്സിലാക്കി ശ്രീലക്ഷ്മി താനായിട്ട് തന്നെ ഭർത്താവിനോടും മറ്റുള്ളവരോടും ബിഹേവ് ചെയ്യണം. ശ്രീലക്ഷ്മിയും രാജനന്ദിനിയും രണ്ടുപേരാണെന്ന് ആരാ നിങ്ങളോട് പറഞ്ഞേ? ഞാൻ മുന്നിലുണ്ടായിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഞാൻ തന്നെയാണ് രാജനന്ദിനി. ശ്രീലക്ഷ്മിയുടെ ഈ കഥകൾ കേൾക്കാൻ എനിക്ക് സമയവും താല്പര്യവുമില്ല. ഒരു ഡോക്ടർ എന്നുള്ള നിലയിൽ ധാരാളം കഥകൾ ഞാൻ നിത്യേന കേൾക്കുന്നുണ്ട്. കഥകളോ? കഥകളല്ല, ഞാൻ പറഞ്ഞത് സത്യമാണ്. ഇത് ശ്രീലക്ഷ്മിയുടെ ഊഹാപോഹങ്ങളും അഭിനയവുമാണ്. വെറും അഭിനയം. രാജനന്ദിനി എന്ന സ്ത്രീ മരിച്ചു കഴിഞ്ഞു. അവർക്ക് ഈ ഭൂമിയുമായോ ആളുകളുമായോ യാതൊരു ബന്ധവുമില്ല. ഇപ്പോൾ രവിയുടെ ജീവിതവുമായി ഒരു ബന്ധവുമില്ലാത്ത രാജനന്ദിനിയുടെ വേഷം കെട്ടി നടക്കുന്ന ശ്രീലക്ഷ്മിയാണ് നീ. രാജനന്ദിനി ഇപ്പോൾ ഇല്ല. എന്റെ മുന്നിലുള്ളതും എന്നോട് സംസാരിക്കുന്നതും രാജനന്ദിനി അല്ല, ശ്രീലക്ഷ്മിയാണ്. അല്ല, ശ്രീലക്ഷ്മി അല്ല, ഇത് ഞാനാ, രാജനന്ദിനി. മരണപ്പെട്ടു എന്ന് നിങ്ങൾ പറയുന്ന അതേ രാജനന്ദിനി. ഓക്കെ ഓക്കെ ഓക്കെ, റിലാക്സ് റിലാക്സ്. ഞാൻ വിശ്വസിക്കുന്നു. ഇത് ശ്രീലക്ഷ്മിയല്ല, രാജനന്ദിനിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ തന്നെയാ രാജനന്ദിനി. ഞാൻ തന്നെയാ രാജനന്ദിനി. ക്ലോസ് യുവർ ഐസ്.
ഡോക്ടർ അകത്തേക്ക് വരാൻ പറഞ്ഞു സർ. ഓ. ആ സിസ്റ്റർ പുറത്തേക്ക് വന്നുള്ളൂ. ശരി ഡോക്ടർ. മാഡം ചെറിയൊരു ഉറക്കത്തിലാണ്. ഒരു 5 മിനിറ്റ് അപ്പോഴേക്ക് ഉണരും. സാർ ഇരിക്കണം. ഓ, താങ്ക് യു. സാർ, ഞാൻ പറയുന്നത് കേട്ട് സാർ ടെൻഷൻ ആവരുത്. ഞാൻ ശ്രീലക്ഷ്മി മാഡത്തെ ഹിപ്നോട്ടൈസ് ചെയ്തപ്പോൾ മനസ്സിലായത് മാഡത്തിന്റെ കണ്ടീഷൻ വളരെ ക്രിട്ടിക്കലാണ്. താൻ മറ്റൊരാളാണെന്ന് മനസ്സിൽ സ്ഥാപിച്ചു കഴിഞ്ഞു. സാറിന്റെ മുൻ ഭാര്യ രാജനന്ദിനി താനാണെന്ന് ശ്രീലക്ഷ്മി മാഡം അന്ധമായി വിശ്വസിച്ചിരിക്കുകയാണ്. ഉപബോധ മനസ്സിൽ അത് കടന്നുകൂടിയ സ്ഥിതിക്ക് 1 or 2 കൗൺസിലിംഗ് കൊണ്ട് ഇത് മാറ്റാൻ പറ്റുന്ന ഒന്നല്ല. ഡോക്ടർ പറഞ്ഞു വരുന്നത് സാറിന്റെ ഭാര്യ ഒരു മനോരോഗിയാണ്. സാറിന് ഇത് വലിയൊരു ഷോക്കായിരിക്കുമെന്ന് എനിക്കറിയാം. ബട്ട് ആസ് എ ഡോക്ടർ ഞാനിത് ഒളിച്ചു വയ്ക്കുന്നത് ശരിയല്ല. ശരിയായ ട്രീറ്റ്മെന്റിൽ കൂടി ശ്രീലക്ഷ്മിയെ നമുക്ക് തിരികെ കൊണ്ടുവരാൻ സാധിക്കും. പിന്നെ ട്രീറ്റ്മെന്റിനും അപ്പുറം സാറിന്റെ വൈഫിന്റെ കാര്യത്തിൽ പ്രധാനമായും സാറിന്റെ ഹെൽപ്പാണ് വേണ്ടത്. ശ്രീലക്ഷ്മി സാറിനെ ഒരുപാട് സ്നേഹിക്കുന്നു. ആ സ്നേഹം തിരിച്ചും അവൾ ആഗ്രഹിക്കുന്നുണ്ട്. അതിൽ കുറവ് വരാതിരിക്കാനാവണം രാജനന്ദിനി എന്ന ആദ്യ ഭാര്യയായി മാറാനുള്ള ശ്രമം ശ്രീലക്ഷ്മി നടത്തിയത്. സാർ അറിയാതെ എപ്പോഴോ പറഞ്ഞു കാണണം, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പറഞ്ഞു കാണും സാറിന് ആദ്യ ഭാര്യയെ ഭയങ്കര ഇഷ്ടമായിരുന്നെന്ന്. ആ ഒരു ആലോചനയിൽ നിന്നാണ് ശ്രീലക്ഷ്മി രാജനന്ദിനിയായി മാറാൻ ശ്രമിച്ചത്. ഡോക്ടർ, ശ്രീലക്ഷ്മിയെ വേറെ ഹോസ്പിറ്റൽ, മറ്റ് രാജ്യങ്ങളിൽ എവിടെയെങ്കിലും കൊണ്ടുപോയാൽ കുറച്ചുകൂടി ബെറ്റർ ആവും എന്നുള്ളൊരു ചിന്ത ഡോക്ടർക്കുണ്ടോ? ഒരിക്കലുമില്ല. ഞാനങ്ങനെ പറയാൻ കാരണം അത്രയ്ക്ക് സങ്കീർണമാണ്. എത്ര പ്രവൃത്തി പരിചയവും വിദ്യാഭ്യാസ സമ്പന്നനുമായ ഡോക്ടറായാൽ പോലും ഒരു വ്യക്തിയുടെ താളം തെറ്റിയ മനസ്സ് മനസ്സിലാക്കാൻ വലിയ പ്രയാസമാണ്. സാർ കേട്ടിട്ടില്ലേ, മൈൻഡ് ഈസ് വൈൽഡ്. ഓരോ മനുഷ്യനും ഓരോ കാര്യങ്ങളും ഓരോ രീതിയിലാണ് ചിന്തിക്കുന്നതും മനസ്സിലാക്കുന്നതും. പേഷ്യൻ്റ് അല്ലെങ്കിൽ പോലും നമ്മുടെ ചിന്തകളെ കടിഞ്ഞാണിടാൻ ഒരു നോർമൽ പേഴ്സൺ പോലും സാധാരണ കഴിയാറില്ല. അതുകൊണ്ടാണ് നമ്മൾ ഡിസ്റ്റർബ് ആകുന്ന സമയത്ത് നമ്മൾ അതിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നത്, സിനിമ കാണുകയോ പാട്ട് കേൾക്കുകയോ ഒക്കെ ചെയ്യുന്നത്. പക്ഷേ അതൊരു പേഷ്യന്റിലേക്ക് വരുമ്പോൾ അങ്ങനെയല്ല. മൈൻഡ് ഡിസ്റ്റർബ് ആയാലും വീണ്ടും വീണ്ടും അവരതിനെക്കുറിച്ച് തന്നെ ചിന്തിക്കും. അതാണ് ചിലപ്പോൾ ഔട്ട് ഓഫ് മൈൻഡായി പോകുന്നതും രോഗിയാകുന്നതും. മരുന്നൊക്കെ ഒരു പരിധിവരെ നമ്മളെ സഹായിക്കൂ. കൂടുതലും വേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സാറിന്റെ കെയറിംഗ് ആണ്. എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഡോക്ടർ. മരുന്നും മന്ത്രവും കൊണ്ടല്ല മനോരോഗികളെ ചികിത്സിക്കേണ്ട മനസ്സുകൊണ്ടാണെന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. എക്സാക്ട്ലി.
ആ ഒരു മനസ്സ് സാറിനുണ്ടെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇതിപ്പോ സാറിന് മാത്രമേ അറിയാവൂ. ഒരിക്കലും മാഡമോ മറ്റുള്ളവരോ അറിയാതെ, ശ്രീലക്ഷ്മി മാഡം ഒരു രോഗിയാണെന്ന് അവരെ അറിയിക്കാതെ സാർ മാക്സിമം അവരെ സ്നേഹിക്കുക. അവരുടെ ഇഷ്ടങ്ങൾക്കൊപ്പം നിൽക്കുക. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ, ശ്രീലക്ഷ്മിയുടെ താളത്തിനൊത്ത് സാർ തുള്ളുക എന്നർത്ഥം. അതിനോടൊപ്പം തന്നെ രാജനന്ദിനിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും ശ്രീലക്ഷ്മി മാഡത്തിനോട് പറയുവാനോ രാജനന്ദിനിയെ ഓർക്കുന്ന വിധത്തിൽ ഒന്നും ചെയ്യാനോ പാടില്ല എന്നർത്ഥം. സാറെന്നല്ല, ആരും. ചുരുക്കി പറഞ്ഞാൽ, രാജനന്ദിനിയുടെ പേര് പോലും ശ്രീലക്ഷ്മി മാഡം കേൾക്കെ ഉച്ചരിക്കരുത് എന്നർത്ഥം. അങ്ങനെ ഉണ്ടായാൽ നമ്മൾ ചെയ്യുന്നതെല്ലാം വേസ്റ്റാവും. ഞാൻ ശ്രദ്ധിച്ചോളൂ ഡോക്ടർ. ഡോക്ടറെ ഞാൻ വിശ്വസിക്കുക. എന്നെക്കാൾ വിശ്വസിക്കേണ്ടത് ദൈവത്തെയാണ്. പ്രാർത്ഥനയാണ് ഏറ്റവും വലിയ മരുന്ന്. ഓരോ പ്രാർത്ഥനയ്ക്ക് ശേഷവും ദൈവം നമ്മളെ മാറ്റും. സാറിന്റെ പ്രാർത്ഥനയും സ്നേഹവുമാണ് ശ്രീലക്ഷ്മി മാഡത്തിന്റെ ചികിത്സ. ഈ ഉറക്കത്തിൽ നിന്നുണരുന്ന ശ്രീലക്ഷ്മി മാഡം ഒരിക്കലും അറിയരുത് താനൊരു രോഗിയാണെന്ന്, ട്രീറ്റ്മെന്റ് നമ്മൾ ആരംഭിക്കാൻ പോവുകയാണെന്ന്. ഹലോ, സന്ധ്യ സിസ്റ്റർ അല്ലേ? അതെ. അവിടെ ശ്രീലക്ഷ്മി എന്നൊരു പേഷ്യന്റ് വന്നിട്ടുണ്ടോ? ആ, ഉണ്ടല്ലോ. ഇനി ഞാൻ പറയുന്നത് വ്യക്തമായി കേൾക്കണം. $1,00,000. $1,00,000. സമ്മതമാണ് സർ. ശരി. ഞാൻ സാറിനോട് പറയുകയായിരുന്നു, ശ്രീലക്ഷ്മിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന്. ശ്രീലക്ഷ്മിയുടെ ചിന്തകൾ എന്നെയും സാറിനെയും പോലെ, അല്ലെങ്കിൽ സാധാരണ ആൾക്കാരെ പോലെയാണെന്നും അസാധാരണമായി ഒന്നുമില്ല എന്നുമാണ് പറയേണ്ടത്. ഞാൻ മയക്കത്തില് എന്താ ഡോക്ടർ പറഞ്ഞത്? വേറൊന്നും പറഞ്ഞില്ല. ആദ്യം എന്നെ കാണാൻ വന്നപ്പോ, അല്ലെങ്കിൽ ഉണർന്നിരുന്നപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാ ശ്രീലക്ഷ്മി മയക്കത്തിലും പറഞ്ഞത്. പിന്നെ കൗൺസിലിംഗ് പ്രോസസ് എന്തായാലും നിർത്തണ്ട. 1-2 തവണ കൂടി വരേണ്ടി വരും. അസുഖമൊന്നുമില്ലെങ്കിൽ പിന്നെ എന്തിനാ ഡോക്ടർ വരുന്നത്? 1-2 ടെസ്റ്റുകൾ കൂടി ചെയ്ത് നോക്കണം. മൈൻഡ് ഫുൾ ഫ്രീ ആണെന്ന് ഉറപ്പുവരുത്തിയിട്ടേ ശ്രീലക്ഷ്മി മേഡത്തെ ഞാൻ ഫ്രീ ആക്കൂ. ചില സമയത്ത് കൂടുതൽ എന്തെങ്കിലും ചോദിക്കുമ്പോൾ മാഡം വല്ലാതെ ഡിസ്റ്റർബ് ആകുന്നുണ്ട്. അതൊരു പ്രശ്നമല്ലെന്ന് വേണേൽ പറയാം. മനുഷ്യരെല്ലാവരും അങ്ങനെയല്ലേ. എന്നാലും 1-2 സിറ്റിംഗ്സ് കൂടി നല്ലതാണ്. അപ്പോ എനിക്ക് പൂർണ്ണമായ അസുഖമില്ലെന്ന് ഡോക്ടർക്ക് ഒരു ഉറപ്പില്ലല്ലേ? നോ 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 നോ, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ചെറിയ ചില പ്രശ്നങ്ങൾ, അത് കാര്യമാക്കേണ്ട വിഷയമല്ല. എന്നിരുന്നാലും ആ പ്രശ്നം കൂടി മാറിയാൽ മാഡത്തിന്റെ എല്ലാ പ്രശ്നങ്ങളും മാറും. അതോടെ രവി സാറിനും നല്ല മനസ്സമാധാനം കിട്ടും. മനസ്സിന്റെ കാര്യമല്ലേ മാഡം,
എപ്പോ എങ്ങോട്ടാ സഞ്ചരിക്കുന്നതെന്ന് നമുക്കറിയില്ലല്ലോ. ഈ മനസ്സ് എങ്ങോട്ടാ സഞ്ചരിക്കുന്നതെന്നും എൻ്റെ പ്രശ്നങ്ങൾ എന്താണെന്നും ഈ ലോകത്ത് ആരെക്കാളും നന്നായി എനിക്കറിയാം. ഞാൻ നോർമലാണെന്ന് ഡോക്ടർ പറയുന്ന വെറുതെയാ. ഈ പ്രശ്നങ്ങളൊക്കെ മാറാനുള്ള പ്രതിവിധി എൻ്റെ അന്വേഷണം ലക്ഷ്യത്തിലെത്തുക മാത്രമാണ്. അതുവരെയുള്ളൂ എല്ലാവരുടെയും സംശയങ്ങളും ചോദ്യങ്ങളും. സുദർശനൻ ചേട്ടാ, ചേട്ടാ ഡോക്ടറിന്റെ റൂമിലല്ല ശ്രീലക്ഷ്മി ഉള്ളത്. ദാ ആ റൂമിലാ. ഈ മരുന്ന് കഴിച്ചാൽ മതി, എല്ലാം ശരിയാവും. മോളെ, സന്ധ്യ സിസ്റ്ററെ, ഇതെന്റെ മോള് ശ്രീലക്ഷ്മി അല്ല. അയ്യോ സോറി സുദർശനൻ ചേട്ടാ, ഞാൻ കരുതി ഇതാണ് ചേട്ടന്റെ മോള് ശ്രീലക്ഷ്മി എന്ന്. അപ്പൊ എനിക്ക് ആള് മാറിയതാ. സോറി കേട്ടോ. എന്നാ സുദർശന ചേട്ടൻ പൊയ്ക്കോ. സന്ധ്യ സിസ്റ്ററെ, അല്ല സിസ്റ്റർ പറഞ്ഞു മോളെയും രവി സാറിനെയും കണ്ടുവന്നല്ലേ? സുദർശന ചേട്ടാ, നിങ്ങളുടെ മകളെയും അവരുടെ ഭർത്താവിനെയും പോലെ എനിക്ക് അവരെ കണ്ടപ്പോ തോന്നി. ഞാൻ ഇന്നലെ ജസ്റ്റ് ശ്രീലക്ഷ്മി കണ്ടതല്ലേ ഉള്ളൂ, അതുകൊണ്ട് ആള് മാറിപ്പോയതാ. സോറി സുദർശന ചേട്ടാ. സാരമില്ല സിസ്റ്ററെ. ശരി. സർ, എന്താണോ? ഇത്രയും നേരം സാറിനെ മെന്റൽ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റ് കൊണ്ടുവന്ന കാര്യം അച്ഛനും അമ്മയും അറിയോ എന്ന ഭയമായിരുന്നു എനിക്ക്. എങ്ങനെ ഞാൻ പിടിച്ചു വന്നെന്ന് ഓർക്കുമ്പോൾ പേടിയാവുന്നു സർ. അവരോടെല്ലാം തുറന്നു പറഞ്ഞാലോന്ന് പോലും ഒരു നിമിഷം ഞാൻ ചിന്തിച്ചു പോയി സർ. എത്ര നാൾ എനിക്കിതൊക്കെ അവരിൽ നിന്ന് മറച്ചു വെക്കാനാകും സർ? എന്നെങ്കിലും അവരിതൊക്കെ അറിഞ്ഞ അതവർക്ക് സഹിക്കാനാവില്ല സർ. ശ്രീലക്ഷ്മി, റിലാക്സ്. താൻ കൂടുതൽ ചിന്തിച്ച് മനസ്സ് വെറുതെ കോംപ്ലിക്കേറ്റ് ആക്കണ്ട. ശ്രീലക്ഷ്മിയുടെ അച്ഛനും അമ്മയും ഇതൊന്നും അറിയാൻ പോകുന്നില്ല. അതിനു മുമ്പ് തന്നെ തന്റെ പ്രശ്നങ്ങളെല്ലാം മാറും. അടുത്ത സിറ്റിംഗ് നമ്മൾ ആ ഹോസ്പിറ്റലിലേക്ക് പോകുന്നില്ല. സാറിന് ഹോസ്പിറ്റലും കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടറിനെയും മാറ്റാനാകും. പക്ഷെ എന്റെ മനസ്സിലെ വിഷമങ്ങളെയും എരിയുന്ന ഈ കനലുകളെയും മാറ്റാൻ സാറിനാവോ? ശ്രീലക്ഷ്മി, താൻ ആദ്യം താനായിട്ട് തന്നെ പഴയ പോലെ പെരുമാറാൻ ശ്രമിക്കേ. തന്റെ പഴയ പെരുമാറ്റങ്ങളുടെ നേരെ വിപരീതമായാണ് താനിപ്പോ പെരുമാറുന്നത്. ഞാൻ അന്നും ഇന്നും ഒരുപോലെ തന്നെയാ സാർ പെരുമാറുന്നത്.
സാറാണ് എന്നെ മനസ്സിലാക്കാത്തത്.